സ്റ്റുഡൻസ്. നമ്മുടെ ടോപ്പിക്ക് സോഷ്യൽ സൈക്കോളജി. അതിൻ്റെ 5th ചാപ്റ്റർ ആണ് കോൺസെപ്റ്റ് ഓഫ് സെൽഫ് ഐഡൻറ്റിറ്റി. എന്താണ് സെൽഫ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്? അത് സ്വയം നമ്മൾ തിരിച്ചറിയുക നമ്മളെ. ഹൗ ഡു വി കം ടു അണ്ടർസ്റ്റാൻഡ് ഹൂ വി ആർ, ഹൗ വി എക്സ്പീരിയൻസ് അവർ സെൽഫ്, ഹൗ വി മെയിൻറ്റെയിൻ അവർ ഒപ്പീനിയൻസ് ഓഫ് അവർ സെൽഫ്. എങ്ങനെയാണ് നമ്മൾ ആരാണെന്ന് തിരിച്ചറിയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസുകൾ എന്തൊക്കെയുണ്ട് നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഒപ്പീനിയൻസ് സ്വന്തമായിട്ടുള്ളത് എന്തൊക്കെയാണ്, ഇതെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? ദിസ് ഈസ് എ പെർസെപ്ഷൻ ഓഫ് ദ സെൽഫ്. അതായത് സ്വയം വിലയിരുത്തുക എന്നാണ് അതിനെ പറയുക. പീപ്പിൾ ഇൻട്രസ്റ്റഡ് ഇൻ എക്സ്പ്ലോറിംഗ് ദ മാറ്റർ ഓഫ് സയൻറ്റിഫിക്കലി however have taken a more systematic approach. അപ്പോൾ ഏതൊരു കാര്യത്തെയും സയൻറ്റിഫിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ള താല്പര്യം എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ ആ മനസ്സിലാക്കേണ്ട രീതി എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് രീതിയിൽ വേണം, നമ്മൾ അപ്രോച്ചിൽ കൂടെ വേണം മുന്നോട്ട് പോകാൻ. ദ സ്പിരിച്വൽ സെൽഫ് ഇൻ ദ ഇന്നർ കോർ ഓഫ് ഐഡൻറ്റിറ്റി. നമുക്ക് എല്ലാവർക്കും ആത്മീയമായിട്ടുള്ള കുറേ ധാരണകളും വിശ്വാസങ്ങളും പ്രവർത്തികളും ഉണ്ട്. ഇൻക്ലൂഡിങ് ദ പേഴ്സൺസ് ഗോൾ. അതായത് അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ലക്ഷ്യബോധങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും വിശ്വാസങ്ങളും ഉണ്ടാവും. The material self is the person's physical attribute. The social life is a personal identity as it known by others. അപ്പോൾ മെറ്റീരിയൽ ആയിട്ട് നമുക്ക് എന്തൊക്കെ നമുക്ക് സ്വന്തമായിട്ട് തിരിച്ചറിയുന്നു അതാണ് ഒരു വ്യക്തിയുടെ ഫിസിക്കൽ ആയിട്ടുള്ള ആട്രിബ്യൂട്ടുകൾ. പക്ഷേ സോഷ്യൽ സെൽഫ് എന്ന് പറയുമ്പോൾ അവിടെ പേഴ്സണൽ ആയിട്ടുള്ള ഐഡൻറ്റിറ്റിയാണ്, സ്വയം തിരിച്ചറിയുക എന്നുള്ളൊരു സിറ്റുവേഷൻ. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് പല പല സ്കീമുകൾ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. Schemes for the self. We refer our views of ourselves as our self concept. ഇത് നമ്മുടെ കുറേ കാഴ്ചപ്പാടുകളെയും വീക്ഷണങ്ങളെയും നമുക്കതിനെ സെൽഫ് കോൺസെപ്റ്റ് എന്ന പേരിൽ ഉൾപ്പെടുത്താം. ഇറ്റ് ഈസ് അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വാട്ട് വി ആർ, ഓർ ഇൻ റോഗേഴ്സ് ബ്രൗൺസ് വേർഡ്സ് എ തിയറി ഓഫ് വൺസ് ലൈഫ്. ഒരാളുടെ ലൈഫ് അത് സ്വന്തമായിട്ട് അയാൾ വിലയിരുത്തേണ്ട ഒന്നാണ്, സ്വന്തമായിട്ട് വേണം അത് മനസ്സിലാക്കിയെടുക്കാൻ. അപ്പോൾ one's life theory is similar to other theories in science. ശാസ്ത്രം എന്ന് പറയുന്നതിൽ മറ്റ് എന്തൊക്കെ തിയറികൾ ഉണ്ടോ അതുമായിട്ട് സാമ്യമുണ്ട് മനുഷ്യരുടെ ഓരോരുത്തരെയും ജീവിതത്തെ കുറിച്ച് പഠിക്കുന്ന തിയറിക്ക്. It is a based on some data, contains certain assumptions and enables us to make predictions about ourselves. ഇതൊരു തിയറിയാണ്. അതായത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു തിയറി ആയതുകൊണ്ട് ആ തിയറിയിൽ നമുക്ക് നമ്മുടെ ലൈഫിൽ എന്തൊക്കെ എക്സ്പീരിയൻസുകൾ ഉണ്ടായിട്ടുണ്ടോ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സ്വന്തമായി പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ട് നമ്മളെ വിലയിരുത്തുന്നു. അതാണ് വൺസ് ലൈഫ് തിയറി. അവർ ലൈഫ് തിയറീസ് ആർ സ്കീംസ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് അവർസെൽഫ്. നമ്മളെ സ്വയം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള തിയറികളാണ് our life theories. A scheme is a set of conjunctions or information about an object. ഒരു സ്കീം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ കുറിച്ചുള്ള എല്ലാ തരത്തിലുള്ള കൂട്ടായ്മയുള്ള ഒരു ഇൻഫോർമേഷനെയാണ് സ്കീമ എന്ന് പറയുന്നത്. Schemas create a framework within which we can fit new experiences. ആ ഒരു സ്കീമയുടെ ഉള്ളിൽ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ഇണങ്ങി ചേരുന്ന രീതിയിലുള്ള എക്സ്പീരിയൻസുകളെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാം. They help us to recognize incoming information and to process and react to new information quickly. അങ്ങനെ ഒരു സ്കീമ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്ത ശേഷം സ്വന്തമായിട്ട് കിട്ടുന്ന ഇൻഫോർമേഷൻ്റെ ഒപ്പം തന്നെ പുറമേ നിന്ന് എന്തൊക്കെ രീതിയിലുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് ഗ്യാദർ ചെയ്യാൻ പറ്റുമോ അതുകൂടി ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ആ ഒരു പ്രോസസ്സിനെ മൂവ് ഓൺ ചെയ്യാൻ സാധിക്കും. സ്കീമ ഹെൽപ്പ് us to make sense of events that take place in our world. നമ്മുടെ ലോകത്തിൽ നമുക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണോ അതിനെ വിലയിരുത്താനും അതിനെ കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ സെൻസ് ചെയ്യാനും മനസ്സിലാക്കാനുള്ള കഴിവ് സ്കീമ നമുക്ക് തരും. And to anticipate events as well. അതിന് അനുയോജ്യമായും അനുസരണമായിട്ടുള്ള രീതിയിൽ ആ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ആ സാഹചര്യങ്ങളെ വിലയിരുത്തുവാനും നമുക്ക് സാധിക്കും. Social psychologists believe that we have schemas about ourselves in the same way we have them about the other people.
മറ്റു ജനങ്ങൾക്ക് ഉള്ളതുപോലെ തന്നെ ഓരോ വ്യക്തികൾക്കും അവരുടേതായുള്ള സ്കീമാസ് ഉണ്ടാവും. അതായത് സ്വന്തമായി വിലയിരുത്തുന്നതിൻ്റെ ഒപ്പം തന്നെ മറ്റുള്ളവരെയും വിലയിരുത്തുവാനും മനസ്സിലാക്കുവാനും കഴിവുന്ന സാഹചര്യം മനുഷ്യരുടെ ജീവിതത്തിലുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മൾട്ടിപ്പിൾ സെൽസ് ആണ്. ഒന്നിൽ കൂടുതലായിട്ട് നമ്മളെ കുറിച്ച് തിരിച്ചറിയുക. അവർ probably think of ourselves as single entity, individual, unified being. നമ്മൾ സ്വയം തിരിച്ചറിയുന്ന സമയത്ത് നമ്മൾ നമ്മളെ മാത്രമാണ് വിലയിരുത്തുന്നുള്ളൂ. A man has many social selves, as there are individuals also who recognize him and carry an image of him in their mind. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് വിചാരിക്കുന്നത് എന്ത്, അല്ലെങ്കിൽ അവരെന്താണ് നമ്മളെക്കുറിച്ച് തിരിച്ചറിഞ്ഞിട്ടുള്ള അത്, ഈ കാര്യം കൂടി ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ പ്രാധാന്യം ലഭിക്കുന്നുണ്ട്. കാരണം നമ്മൾ സോഷ്യൽ ലിവിങ് ആണ്, സോഷ്യൽ സെൽഫ്ലെസ് ഉള്ള ആൾക്കാരാണ്, സമൂഹത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. So when being interviewed by a corporate recruiter, however, we present a different self altogether. നമ്മളൊരു വ്യക്തിയുടെ മുമ്പിൽ നോർമലി ഒരു ഇന്റർവ്യൂവിന് റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ വ്യക്തിയുടെ മുമ്പിൽ ഫോർമൽ എന്ന രീതിയിലാണ് ബിഹേവ് ചെയ്യുള്ളൂ. അത് ഈവൻ ഫോർ ദ ഡ്രസ് കോഡ് ഓർ ഈവൻ ഫോർ അവർ സെൽഫ് കോഡ്. അതായത് നമ്മൾ സ്വന്തമായിട്ട് ഇരിക്കുന്ന രീതിയായാലും സംസാരിക്കുന്ന രീതിയായാലും ഡ്രസ് ചെയ്യുന്ന രീതിയായാലും സെൽഫ് ടുഗദർനെസ്സിന് വേണ്ടി ഫോർമാലിറ്റി നമ്മളെപ്പോഴും ഐഡിയ നമ്മുടെ മൈൻഡിൽ നിലനിൽക്കും. In a sense, we are like actors on a stage playing various roles in the different audience. So ആ ഒരു വ്യൂ പോയിന്റിൽ മറ്റുള്ളവരുടെ മുമ്പിൽ സ്വന്തമായിട്ട് ഒരു ആക്ടറായി മാറുകയാണ് ഓരോ വ്യക്തികളും. അതായത് സ്വന്തം ഉള്ളിൽ വേറെ ഒരു വ്യക്തിയെ കൂടി ഒളിപ്പിച്ചു വെക്കുന്ന കഴിവ് മനുഷ്യർക്ക് ഓരോരുത്തർക്കും ഉണ്ട്. Turnover believes that the self-concept and steady stream of a self-image interact with one another. If a self-image threatens a self-concept, the self-image will be changed as necessary to maintain the stability of self-concept. വ്യക്തമായി ഒരാളെ പറ്റി സ്വന്തം അയാൾക്ക് ധാരണയുണ്ടെങ്കിൽ അയാൾക്ക് സ്വന്തമായിട്ട് നിർമ്മിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നാണ് സെൽഫ് ഇമേജ്. സ്വന്തമായി ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക. സോ ദ സെൽഫ് ഈസ് നോട്ട് എ സിംഗിൾ സ്ട്രക്ചർ ബട്ട് എ പ്രോസസ്. ഈ സെൽഫ് ഇമേജ് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സെൽഫ് എന്ന് പറയുന്നത് ഒറ്റയ്ക്കും നിലനിൽക്കുന്ന ഒന്നല്ല. ഒരിക്കലും ഒറ്റ എന്ന രീതിയിൽ നിലനിൽക്കാൻ പറ്റില്ല. അതൊരു പ്രോസസ്സാണ്. പ്രോസസ് മീൻസ് മൂവിങ് ഓൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണത്. ദാറ്റ് പ്രോസസ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ഇൻ ടേംസ് ഓഫ് സെൽഫ് സ്കീമ. അത് നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ സെൽഫ് സ്കീമയിൽ കൂടെ നമ്മൾ കടന്നു പോകണം. അവർ സെൽഫ് കോൺസെപ്ഷൻ ഡിറ്റക്ട്സ് അവർ ചോയ്സ് ഓഫ് സബ് സ്കീമ ഇൻ എ പർട്ടിക്കുലർ സിറ്റുവേഷൻ. ഓരോ സാഹചര്യത്തിലും നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് നമ്മുടെ സ്വയം തിരിച്ചറിയലാണ്. ഈ സ്വയം തിരിച്ചറിയുക എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കീമയിലുള്ള ഓരോ സബ് സ്കീമയും നമ്മൾ ചോയ്സ് ചെയ്യേണ്ടതായിട്ട് വരും. അവർ സെൽഫ് കോൺസെപ്റ്റ് മൈറ്റ് ബി ഫോർ എക്സാമ്പിൾ ദാറ്റ് വി ആർ sensitive to role requirement, therefore we choose a sub schema that we as use wear jeans when we visit a friend but a tailored suit for a job interview. ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ ടൈലേർഡ് ആയിട്ടുള്ള സ്യൂട്ട് ഇട്ട് പോവുകയും ഫ്രണ്ടിനെ കാണാൻ പോകുമ്പോൾ ജീൻസ് ഇടുന്നതും നമ്മുടെ സബ് സ്കീമയിൽ തോന്നുന്ന റിക്വയർമെന്റ് ആണിത്. അതായത് ഓരോ സ്ഥലത്തും ഏത് രീതിയിലുള്ള റോള് നമ്മൾ വഹിക്കേണ്ടതായിട്ട് വരുമോ അത് നമ്മുടെ സബ് സ്കീമ നമുക്ക് ഓൾറെഡി ചൂസൺ ആക്കി തരുന്നതാണ്. സോ സെൽഫ് കോൺസെപ്റ്റും സെൽഫ് ഇമേജും ഒരേപോലെ പോകുന്ന വ്യക്തികൾക്ക് മൾട്ടിപ്പിൾ സെൽസ് ഉണ്ടെന്നാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. ഇനി അടുത്ത ടോപ്പിക്കാണ് ടേക്കിംഗ് ദ റോൾ ഓഫ് ദി അതർ ഹൂ ആർ യു. അതായത് ആരാണ് നിങ്ങൾ എന്ന് പറയുന്ന റോളിലോട്ട് പോവുക. ഐഡിയ ഓഫ് ദ സെൽഫ് ആസ് എ സോഷ്യൽ എൻറ്റിറ്റി വാസ് എക്സ്പ്രസ്ഡ് ഇൻ ഏർലി 1890s ബൈ ജെയിംസ്. 1890 ജെയിംസ് എന്ന വ്യക്തിയാണ് ആദ്യമായിട്ട് സോഷ്യൽ എൻറ്റിറ്റി എന്ന് പറയുന്ന ഒരു സെൽഫ് ഐഡന്റിറ്റിയെ കുറിച്ച് പറയാനിടയായത്. അപ്പൊ ഇനി എന്താണെന്ന് നോക്കാം. അക്കോർഡിംഗ് ടു കൂലി, there are three main elements of this looking glass self: how we think we appear to another person, how we think that other person judges that appearances, and how we react with pleasure or schema. For example, to what we think that judgment is. അപ്പൊ കൂലി എന്ന് പറയുന്ന വ്യക്തിയുടെ അടിസ്ഥാനത്തിൽ 3 തരത്തിലാണ് നമ്മൾ സെൽഫ് ആയിട്ട് നമ്മളെ വിലയിരുത്തുന്നത്. അതായത്
how we think appear to another person. വേറൊരു വ്യക്തി അവരുടെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ ചിന്തയിൽ നമ്മൾ എങ്ങനെ കാണുന്നു, നമ്മളെ അവരെങ്ങനെ കാണുന്നു. how we think that other person judges that appearance. നമ്മുടെ അപ്പിയറൻസിനെ വേറൊരു വ്യക്തി എങ്ങനെ വിലയിരുത്തുന്നു. and how we react with pleasure or schema, for example. അതായത് എങ്ങനെ നമ്മൾ അതിനെ അനുയോജ്യമായ രീതിയിൽ റിയാക്ട് ചെയ്യപ്പെടുന്നു. അപ്പോൾ നമുക്ക് സ്വയമായിട്ടുള്ള അവയർനെസ് ഉണ്ടാവും. ഇനി സോഷ്യൽ സൈക്കോളജിസ്റ്റ് ഓഫൺ ആസ്ക് ഓൾ പീപ്പിൾ ടു ഗീവ് their opinion on a particular topic. ഏതെങ്കിലും ഒരു ടോപ്പിക് എടുത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയാൻ പൊതുവെ എല്ലാ സൈക്കോളജിസ്റ്റും അവരെ കാണാൻ ചെല്ലുന്നവരോട് പറയാറുണ്ട്. എന്തിനാണ്? ടു എക്സ്പ്ലെയിൻ വൈ ദേ എൻഗേജ് ഇൻ പർട്ടിക്കുലർ ബിഹേവിയർ. കാരണം ആ ഒരു ബിഹേവിയർ അവിടെ എന്തായാലും പ്രെഡിക്റ്റ് ആവും. അപ്പൊ ആ ഒരു പർട്ടിക്കുലർ ബിഹേവിയർ എന്തുകൊണ്ട് അവർ നിലനിർത്തുന്നു എന്നുള്ളതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൈക്കോളജിസ്റ്റുകൾ പൊതുവെ എല്ലാ ജനങ്ങളോടും ചോദിക്കുന്നത്. Essentially, these questions ask people to report on their internal mental state. ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓരോരുത്തരും അവരുടേതായ ഇന്റേണൽ മെന്റൽ സ്റ്റേറ്റിന്റെ ഉത്തരങ്ങളായിരിക്കും അവിടെ റിപ്പോർട്ട് ചെയ്യുക. The who am I? ഞാൻ ആര്? Questionnaire mentioned earlier request just this kind of information. ഞാൻ ആര് എന്നുള്ള ചോദ്യത്തിനുള്ള പലതരത്തിലുള്ള questions ആണ് അവർ പ്രിപ്പയർ ചെയ്യുക. So for each and every question they answers with regard to their internal mental state. അതായത് ഓരോരുത്തരെയും ഇന്റേണൽ ആയിട്ടുള്ള മെന്റൽ സ്റ്റേറ്റിനോട് അനുയോജ്യമായിട്ടുള്ള ഉത്തരങ്ങളായിരിക്കും സൈക്കോളജിസ്റ്റുകളെ കാണാൻ ചെല്ലുന്ന ഓരോരുത്തരും നൽകുന്നത്. Although the problem of awareness of our own mental processes is an old one in a philosophy. Philosophically പറയുമ്പോൾ സോഷ്യൽ സൈക്കോളജിസ്റ്റിന്റെ അഭിപ്രായത്തിൽ ഓരോരുത്തരും ഓരോ പ്രശ്നങ്ങൾ മെന്റൽ പ്രോസസ് ടൈമിലും അണ്ടർസ്റ്റാൻഡ് ചെയ്യും. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഇതിൽ നമ്മുടെ പ്രശ്നം എന്താണെന്നുള്ളത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം. So these and the other researchers agree that people are often aware of changes in their own conjunctive processing. സ്വന്തം ഉള്ളിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളെ കുറിച്ച് പലവരും അത്ര അവെയർഡ് അല്ല, അതായത് തിരിച്ചറിയുന്നില്ല. Do apparently report internal process correctly, they rely on explanation. പക്ഷെ ആ മാറ്റങ്ങളെ എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതിന് ഉപരി ആ മാറ്റങ്ങൾ ഇന്നതുകൊണ്ട് വന്നു എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പലവരും അഭിപ്രായപ്പെടുന്നത്. That are familiar to them rather than engaging in introspective awareness. കൂടുതൽ ഗാഢമായ രീതിയിൽ ഓരോ മാറ്റങ്ങളും എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് പറയുന്നതിന് ഉപരി അത് കറക്റ്റായ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നില്ല. അതാണ് സെൽഫ് അവയർനെസ് കൊണ്ടുള്ള ഏറ്റവും മെയിൻ ടോപ്പിക്. അങ്ങനെ സംഭവിച്ചാൽ മാത്രമാണ് സെൽഫ് അവയർനെസ് നിർമ്മിതമായി ഒരു വ്യക്തിയിൽ എന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി അടുത്തതാണ് ഒബ്ജക്റ്റീവ് സെൽഫ് അവയർനെസ്. എന്തടിസ്ഥാനത്തിൽ വേണം നമ്മൾ സെൽഫ് അവയർനെസ് നടത്താൻ? It appears that when we are in a state of objective self-awareness, our standards and values become important or salient. We then evaluate our behavior or our appearance and so on against those standards and values. അപ്പോൾ ഇവിടെ പറയേണ്ട ഒരു കാര്യം, നമുക്ക് എപ്പോഴാണോ നമ്മളൊരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക, അതായത് ആ ഒരു ഒബ്ജക്റ്റീവ് നമ്മുടെ സ്റ്റാൻഡേർഡ് ആൻഡ് വാല്യൂസ് ബിക്കം ഇമ്പോർട്ടൻറ്റ്. അവിടെ നമ്മുടെ സെൽഫ് അവയർനെസ്സിനൊരു ഒബ്ജക്റ്റീവ് നമ്മൾ വെക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ഓരോ ഒബ്ജക്റ്റീവ്സും അതിന് സെൽഫ് അവയർനെസ് സ്റ്റാൻഡേർഡ് കൊടുക്കും, വാല്യൂവും കൊടുക്കും, അതിൽ ഇമ്പോർട്ടൻസും കൊടുക്കും. It seems that in helping us put our best forward, self-awareness serves as a practical purpose. So self-awareness എന്ന് പറയുന്നത് ഓരോ പടിയും മുന്നോട്ട് വെക്കുക. അപ്പോൾ ആ ഓരോ പടിയിലും പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു പർപ്പസ് ഒളിച്ചിരിക്കുന്നുണ്ട്. ഈ അണ്ടർസ്റ്റാൻഡിങ്ങിന് നമുക്ക് ഓരോരുത്തർക്കും നമ്മളെ സ്വയം ഹെൽപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കും. അടുത്ത ടോപ്പിക്കാണ് ഡി ഇൻഡിവിജ്വലിസം. ഡി ഇൻഡിവിജ്വലിസം എന്ന് പറഞ്ഞാൽ De-individualism. The research just described has focused on situations in which self-awareness is accentuated. The television revealed thousands of delegates wearing buttons and odd hats, crowding together, pushing each other, waving frantically, screaming the names of the candidates in confusion, and probably not at looking as they do in their everyday life. അപ്പോൾ
ലൈഫിൽ ഓരോ വ്യക്തികൾക്കും പല ടൈമിലും പല ക്യാരക്ടേഴ്സ് ആയിരിക്കും. അപ്പോൾ ഒരു ടി വി ഓൺ ചെയ്ത് ടി വിയിൽ എത്രത്തോളം ചാനൽസ് ഉണ്ടോ അതേപോലെയാണ് ക്യാരക്ടേഴ്സ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇമോഷൻസ് ആർ ഹൈലി ചേഞ്ച്. അതിൽ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് മാറ്റങ്ങൾ സംഭവിക്കുന്നത് ഇമോഷൻസിനാണ്. ഇൻഹാബിഷൻസ് ആർ ലോവേർഡ്. പക്ഷെ ഇൻഹാബിറ്റൻസ് ഉള്ളിൽ വിലയിരുത്തപ്പെടുന്ന പല കാര്യങ്ങളും പതിയെ പതിയെ സംഭവിക്കുള്ളൂ. ഡി ഇൻഡിവിജ്വൽ റിസൾട്ട് ഇൻ എ ലോവറിംഗ് ഓഫ് ഒബ്ജക്റ്റീവ്സ്. സെൽഫ് അവയർനെസ് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ്, അല്ലെങ്കിൽ സഹായിക്കുന്ന ഒന്നല്ല, അതിനെ കുറയ്ക്കുന്ന ഒന്നായിട്ടാണ് ഡി ഇൻഡിവിജ്വലിസം പെരുമാറുന്നത്. We become less concerned about the consciousness of our behavior or about taking responsibility of our action. പ്രവൃത്തിപരമായിട്ട് കൂടുതൽ നമ്മൾ റിയാക്ട് ചെയ്യുകയും ബുദ്ധിപരമായിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുന്നത് കുറയും. അതായത് ബിഹേവിയർ മാറ്റുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ആണ് ഡി ഇൻഡിവിജ്വലിസം. അടുത്താണ് സെൽഫ് എസ്റ്റീം. സെൽഫ് എസ്റ്റീം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് സെൽഫ്, like attitude towards any other object, can be neither positive nor negative in varying degrees. ചില സമയങ്ങളിൽ നമുക്ക് മറ്റുള്ള കാര്യങ്ങളോട് അല്ലെങ്കിൽ ഒരു വസ്തുവിലോട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. ഇൻഡിവിജ്വൽ ബേസിക് നീഡ് ഈസ് നോട്ട് എ സെൽഫ് ഇമേജ് ദാറ്റ് ഈസ് എസെൻഷ്യലി ഇമ്പോർട്ടൻറ്റ്. എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല ഒരു വ്യക്തിയുടെ ബേസിക് ആവശ്യകത. It is negative, it is very likely to be associated with every symptom of emotional disorder. അതായത് നമുക്ക് നെഗറ്റീവ്നെസ്സും സംഭവിക്കാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ മെയിൻറ്റെയിനിങ് സെൽഫ്, എങ്ങനെ നമുക്ക് ഈ സെൽഫ് എസ്റ്റീം മെയിൻറ്റെയിൻ ചെയ്യാം. ഇത്രയും ടോപ്പിക്സ് ആണ് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത്. എല്ലാവരും 5th ചാപ്റ്റർ നോട്ട് ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്തെടുക്കണം കേട്ടോ.